സപ്ലൈകോ വഴി സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാത്തതിനാൽ മറ്റത്തൂരിലെ 100ഓളം കർഷകർ ദുരിതത്തിൽ. 100 ടണ്ണിലധികം നെല്ലിന്റെ വിലയാണ് കർഷകർക്ക് കിട്ടാനുള്ളത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കുടിവെള്ളം കിട്ടാക്കനി. ബിജെപി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ആളൂർ കാരൂരിലുള്ള തുറുമ്പിക്കുളം പായൽ മൂടി നശിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച തുറുമ്പിക്കുളത്തിൽ കുളിക്കാനിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സപ്ലൈകോ വഴി സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാത്തതിനാൽ ദുരിതമനുഭവിക്കുകയാണ് മറ്റത്തൂരിലെ നൂലുവള്ളി പാടശേഖരത്തിന് കീഴിലുള്ള 100ഓളം കർഷകർ. 100 ടണ്ണിലധികം നെല്ലിന്റെ വിലയാണ് ഇവിടത്തെ കർഷകർക്ക് കിട്ടാനുള്ളത്. വിരിപ്പ് കൃഷിയുടെ നെല്ല് വിറ്റ പണം സമയത്തിന് ലഭിക്കാത്തതിനാൽ കടം വാങ്ങിയും പണയപ്പെടുത്തിയുമാണ് പല കർഷകരും മുണ്ടകൻ വിലയിറക്കിയത്. ഒന്നാം വിളയായ വിരിപ്പ് കൃഷി കൊയ്തപ്പോൾ സപ്ലൈകോ വഴി വിറ്റഴിച്ച നെല്ലിന്റെ വിലയാണ് കർഷകർക്ക് കിട്ടാനുള്ളത്. നെല്ല് സംഭരിച്ച് 3 മാസത്തോളമായിട്ടും അതിന് വില നൽകാതെ അധികൃതർ കർഷകരെ വട്ടം കറക്കുകയാണെന്ന് നൂലുവള്ളി പാടശേഖര സമിതി സെക്രട്ടറി രാജു കദളിക്കാടൻ പറഞ്ഞു. 90ഓളം കർഷകരാണ് നൂലുവള്ളി പാടശേഖര സമിതിക്ക് കീഴിലുള്ളത്. ഇവരിൽ മിക്കവരും നെല്ല് സംഭരിക്കുന്നതിനായി സപ്ലൈകോയിലേക്ക് അപേക്ഷ സമർപ്പിച്ചപ്പോൾ അതിന്റെ വില അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിനായി SBI ബാങ്കാണ് തിരഞ്ഞെടുത്തത്. കുറച്ചുപേർ കനറ ബാങ്ക് അക്കൗണ്ടും നൽകി. ഇതിൽ കനറ പോലുള്ള ബാങ്കുകൾ വഴി പണത്തിന് അപേക്ഷിച്ചവർക്ക് നെല്ലിന്റെ വില ഇതിനോടകം ലഭിച്ചു. SBI ബാങ്ക് വഴി നെൽവില കാത്തിരിക്കുന്നവർക്കാണ് ഇനിയും പണം കിട്ടാത്തതെന്ന് രാജു കദളിക്കാടൻ പറഞ്ഞു. പാഡി ഓഫീസുമായി പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഉടനെ ശരിയാകുമെന്ന് മാത്രമാണ് കർഷകർക്ക് മറുപടി കിട്ടുന്നത്. SBI ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടപ്പോൾ സപ്ലൈകോയിൽ നിന്ന് 450 കോടിയോളം രൂപ നെൽവില ഇനത്തിൽ ബാങ്കിന് കിട്ടാനുണ്ടെന്നും ഇത് കിട്ടിയാലല്ലാതെ കർഷകർക്ക് നെല്ലിന്റെ പണം വിതരണം ചെയ്യാനാകില്ലെന്നുമാണ് മറുപടി കിട്ടിയതെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. മിക്കവരും ചെറുകിട നെൽ കർഷകരായതിനാൽ നെല്ലിന്റെ വില സമയത്തിന് ലഭിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയുന്നില്ലെന്ന് കർഷകർ സങ്കടപ്പെടുന്നു. വിരിപ്പ് കൃഷിയുടെ നെല്ല് വിറ്റ പണം സമയത്തിന് ലഭിക്കാത്തതിനാൽ കടം വാങ്ങിയും പണയപ്പെടുത്തിയുമാണ് പല കർഷകരും മുണ്ടകൻ വിലയിറക്കിയത്. നൂലുവള്ളി പാടശേഖരത്തിൽ മുണ്ടകൻ കൊയ്ത്ത് വ്യാഴാഴ്ച തുടങ്ങാനിരിക്കെ കൊയ്ത്ത് യന്ത്രത്തിന് വാടക കൊടുക്കാൻ പോലും വിഷമിക്കുകയാണ് കർഷകർ. മീഡിയ ടൈം, കൊടകര. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കുടിവെള്ളം കിട്ടാക്കനി. ബിജെപി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. നഗരസഭയിലെ പുല്ലൂറ്റ്, ലോകമലേശ്വരം വില്ലേജുകളിലാണ് കുടിവെള്ള വിതരണം കൂടുതലും പ്രതിസന്ധി നേരിടുന്നത്. സർക്കാരിന്റെ ബഡ്ജറ്റുകളിൽ കോടികൾ പ്രഖ്യാപനം ഉണ്ടാകാറുണ്ടെങ്കിലും അതെല്ലാം കടലാസിൽ തന്നെയെന്നാണ് ആരോപണം. വേനൽക്കാലം അടുത്തതോടെ നഗരസഭാ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. കാലഹരണപ്പെട്ട പൈപ്പുകളുടെ തകർച്ച മാത്രമല്ല ഇവിടെ വില്ലനാകാറുള്ളത്. വൈദ്യുതി സ്തംഭനവും അടിക്കടി മോട്ടോർ കേടുവരുന്നതും പ്രതിസന്ധിക്ക് ആഴം കൂട്ടുന്നത് ഇവിടെ പതിവാണ്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റുകളിൽ കോടികൾ പ്രഖ്യാപനം ഉണ്ടാകാറുണ്ടെങ്കിലും അതെല്ലാം കടലാസിൽ തന്നെയെന്നാണ് ആരോപണം. കാലപ്പഴക്കം കൊണ്ട് പൊട്ടിപ്പൊളിയുന്ന പൈപ്പുകൾ കൊടുങ്ങല്ലൂരിന്റെ കുടിവെള്ളം മുട്ടിക്കുന്നു. നഗരസഭയിലെ പുല്ലൂറ്റ്, ലോകമലേശ്വരം വില്ലേജുകളിലാണ് കുടിവെള്ള വിതരണം കൂടുതലും പ്രതിസന്ധി നേരിടുന്നത്. നഗരസഭാ പ്രദേശത്തേക്ക് കൂടി വെള്ളം എത്തിക്കുന്ന വൈന്തല ജലശുദ്ധീകരണശാല മുതൽ പുല്ലൂറ്റ് നാരായണമംഗലം വരെയുള്ള 23 കിലോമീറ്ററാണ് 40 വർഷം പഴക്കമുള്ള പൈപ്പുകൾ ഉള്ളത്. കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് പുതിയ ജലസംഭരണി സ്ഥാപിക്കുന്നതിനുമായി കോടികൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങാറാണ് പതിവ്. കൊടുങ്ങല്ലൂരിലേക്കുള്ള സമഗ്രമായ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ ഫണ്ടും പദ്ധതികളും ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അനങ്ങാപ്പാറ നയത്തിലാണ്. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ MLAയുടെയും നഗരസഭയുടെയും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കൗൺസിലിൽ നഗരസഭാ BJP പാർലമെന്ററി പാർട്ടി നേതാവ് TS സജീവൻ പ്രമേയം അവതരിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് 46 വാർഡിലും അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. അതിനോട് ബന്ധപ്പെട്ട് നിരവധി ദിവസങ്ങളായി കൗൺസിലിനകത്തും പുറത്തും ചെയർപേഴ്സണും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും യാതൊരുവിധ പരിഹാരങ്ങളും കണ്ടെത്താനായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കോ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്കോ കഴിഞ്ഞിട്ടില്ല. അതിനോട് ബന്ധപ്പെട്ട് ഇന്ന് കൗൺസിലില് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയത്തിനോട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പഠിച്ച് അതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് ചെയർപേഴ്സൺ ഉറപ്പ് നൽകിയിട്ടുണ്ട്.
തുടർന്ന് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പൊയ്യ മടത്തുംപടി വില്ലേജ് ഓഫീസ് വീണ്ടും പ്രവർത്തന സജ്ജമായി. 5 ഉദ്യോഗസ്ഥർ ചുമതലയേറ്റു. നിയമനം വൈകുന്നത് സംബന്ധിച്ച കേസ് കോടതി വിളിച്ച ഫെബ്രുവരി 4-ന് തന്നെ ഉദ്യോഗസ്ഥർ ചുമതല ഏറ്റെടുത്തത് ശ്രദ്ധേയമായി. ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാകും. നിയമനം വൈകിച്ചതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തിയതോടെ കളക്ടറേറ്റിൽ ജോലി ചെയ്തിരുന്ന വില്ലേജ് ഓഫീസറെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നിയമന ഉത്തരവ് നൽകുകയായിരുന്നു. സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ, വില്ലേജ് അസിസ്റ്റന്റ്, 2 ഫീൽഡ് അസിസ്റ്റന്റുകൾ എന്നിങ്ങനെ 6 തസ്തികകളാണ് വില്ലേജ് ഓഫീസിലുള്ളത്. ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആരംഭിച്ചു. ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാകും. സർക്കാരിന് നിവേദനം നൽകിയിട്ടും നടപടിയില്ലാതായതോടെ ഷാൻഡി ജോസഫ് ഹൈക്കോടതിയെ സമീപിച്ചു. 2025 ഫെബ്രുവരിയിൽ ഹർജി പരിഗണിച്ച ഹൈക്കോടതി 3 മാസത്തിനകം സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തന സജ്ജമാക്കണമെന്ന് ഉത്തരവിട്ടു. നവംബറിൽ ഈ സമയപരിധി പൂർത്തിയായതോടെ ഷാൻഡി ജോസഫ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ എന്നിവർക്കെതിരെ ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്തു. ഇതിനിടെ ഡിസംബർ 17-ന് മടത്തുംപടി വില്ലേജ് ഓഫീസ് വിഭജിക്കാനും ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചെന്ന് VR സുനിൽകുമാർ MLA അറിയിച്ചു. കോടതിയലക്ഷ്യ കേസ് പിറ്റേ ദിവസം പരിഗണനയ്ക്കിടാൻ ഇരിക്കെയാണ് മടത്തുംപടി വില്ലേജ് ഓഫീസ് വിഭജിക്കാനായി മന്ത്രിസഭായോഗം അനുമതി നൽകിയത്. മീഡിയ ടൈം, മാള. ക്യാൻസറിനെതിരെ പൊരുതുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. വാട്ടർ മെട്രോയിൽ ഫോർട്ട് കൊച്ചിയിലെത്തിയ യാത്രികർ കൊച്ചി കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിലും തുടർന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിലും ഒത്തുകൂടി ആഹ്ലാദം പങ്കുവച്ചു. 80ഓളം പേരാണ് ഉല്ലാസയാത്രയിൽ ഒത്തുകൂടിയത്. കളമശ്ശേരി കാരുണ്യവർഷം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും എറണാകുളം GHന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. വാട്ടർ മെട്രോയിൽ ഫോർട്ട് കൊച്ചിയിലെത്തിയ യാത്രികർ കൊച്ചി കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിലും തുടർന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിലും ഒത്തുകൂടി ആഹ്ലാദം പങ്കുവച്ചു. ക്യാൻസറിനെതിരെ പൊരുതുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും എറണാകുളം GHലെ പാലിയേറ്റീവ് വോളണ്ടിയർമാരടക്കം 80ഓളം പേർ സംഗമത്തിൽ പങ്കെടുത്തു. GHലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സിൻസി നേതൃത്വം നൽകിയ സംഗമത്തിൽ കാരുണ്യവർഷം ഭാരവാഹികളായ ജോസ് കാരുണ്യവർഷം, പോൾ ചാക്യാത്ത്, ജേക്കബ് കുരുവിള, ത്രേസ്യമ്മ ജോസ്, മുൻ കൗൺസിലറും കാരുണ്യവർഷം സഹയാത്രികയുമായ ഷീബ ഡൂറും, നഴ്സുമാർ, വോളണ്ടിയർമാർ എന്നിവരും പങ്കെടുത്തു. കോസ്റ്റ് ഗാർഡ് ഓഫീസർമാരായ സൂരജ്, അരുൺലാൽ എന്നിവർ കപ്പലിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. മീഡിയ ടൈം, കൊച്ചി. ആളൂർ പഞ്ചായത്തിലെ കാരൂരിലുള്ള തുറുമ്പിക്കുളം പായൽ മൂടി നശിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി നീന്തൽക്കുളമാക്കി നവീകരിച്ച തുറുമ്പിക്കുളത്തിൽ പായൽ നിറഞ്ഞതോടെ കുളിക്കാനിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പായൽ നീക്കം ചെയ്ത് കുളം വൃത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആളൂർ പഞ്ചായത്തിന്റെ ജലസ്രോതസ്സുകളിൽ ഒന്നാണ് കാരൂരിലെ തുറുമ്പിക്കുളം. ഒരു കാലത്ത് ഈ കുളത്തിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് സമീപത്തെ നെൽപ്പാടങ്ങളിൽ കൃഷിയിറക്കിയിരുന്നത്. ഇടക്കാലത്ത് നാശോന്മുഖമായി കിടന്ന കുളം ജനങ്ങളുടെ നിരന്തരമായ മുറവിളിയെ തുടർന്ന് ഏതാനും വർഷം മുമ്പ് കരിങ്കൽ കെട്ടി സംരക്ഷിച്ചു. 2012-ൽ ഈ കുളത്തിലെ വെള്ളം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും നടപ്പാക്കി. കുളത്തിന്റെ ജലസമൃദ്ധി കണക്കിലെടുത്ത് 2019-ൽ ഇതിനെ സ്വിമ്മിംഗ് പൂളാക്കി മാറ്റുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി കുളത്തിന്റെ 2 വശത്തും ടൈൽ വിരിച്ച മനോഹരമായ നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരുക്കി. എന്നാൽ ആഫ്രിക്കൻ പായൽ മൂടിയതോടെ തുറുമ്പിക്കുളത്തിൽ നീന്താനിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ. പായൽ നീക്കം ചെയ്ത് കുളം വൃത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, ആളൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മലർപ്പൊടി കച്ചവടക്കാരൻ പിണറായി വിജയൻ സർക്കാരിനെ 3 മാസത്തിനുള്ളിൽ പൊതുജനങ്ങൾ വലിച്ചെറിയുമെന്ന് KA ഹാറൂൺ റഷീദ്. സർക്കാർ ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 10 വർഷമായി നിഷേധിക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാർ. SEU അവകാശ സംരക്ഷണ യാത്ര ജില്ലാ സമാപന സമ്മേളനം കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്. ഈ ജാഥ നയിക്കുന്ന ജാഥ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും ഈ പരിപാടിയിൽ സംബന്ധിച്ചിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ സംസ്ഥാന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാഥ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാന്യനായ അബ്ദുള്ള കൊച്ചിക്കാരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ബഡ്ജറ്റിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. SEU ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള കൊച്ചിക്കാരൻ അധ്യക്ഷത നിർവഹിച്ചു. തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സുധീർ KE, ജാഥ ക്യാപ്റ്റൻ SEU സംസ്ഥാന പ്രസിഡന്റ് CB മുഹമ്മദ്, സംസ്ഥാന സെക്രട്ടറി ആമിർ കോഡൂർ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് വാളൂർ, PI നിസാർ, യൂസഫ് പടിയത്ത്, PA സീതി, AM അബ്ദുൽ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. ആറുവരിപ്പാതയുടെ സർവീസ് റോഡിൽ നിന്ന് ആല ഗോതിരത്തിലേക്കുള്ള യാത്ര അപകടകരമാവുന്നു. റോഡിന്റെ ഇരുഭാഗത്തും ആഴത്തിൽ മണ്ണ് മാറ്റിയതോടെയാണ് ഗോതിരത്തിലേക്കുള്ള റോഡിൽ പ്രവേശിക്കുന്ന ഭാഗത്ത് അപകടക്കണി രൂപപ്പെട്ടിട്ടുള്ളത്. റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി കുഴിയെടുത്തിട്ടുള്ളതും എതിർവശത്തെ സ്ഥലത്തു നിന്ന് മണ്ണ് മാറ്റിയതുമാണ് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് അപകട സാധ്യതയ്ക്ക് കാരണമായിട്ടുള്ളത്. ജല അതോറിറ്റി റിബൺ വലിച്ചു കെട്ടിയതല്ലാതെ ഗതാഗതം തിരിച്ചുവിടുന്നതിനാവശ്യമായ അപകട മുന്നറിയിപ്പുകളൊന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. മാത്രമല്ല, കുഴിയെടുത്തതോടെ ഈ ഭാഗത്തെ ഒരു വൈദ്യുതിക്കാൽ ഏത് സമയത്തും വീഴാവുന്ന നിലയിലാണ്. അഷ്ടമിച്ചിറ മാരേക്കാട് അന്നപൂർണേശ്വരി ഭദ്രകാളി നവഗ്രഹ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. കാരുമാത്ര വിജയൻ തന്ത്രികൾ കൊടിയേറ്റ് നിർവഹിച്ചു. ഫെബ്രുവരി 11 വരെയാണ് ഉത്സവാഘോഷങ്ങൾ. നാളെ വൈകിട്ട് മുത്തപ്പനും വിഷ്ണുമായ സ്വാമിക്കും കളമെഴുത്തുപാട്ട്, ഫെബ്രുവരി 7 ഭദ്രകാളിക്ക് കളമെഴുത്തുപാട്ട്, മുടിയേറ്റ്, ഫെബ്രുവരി 8 ഞായറാഴ്ച വൈകിട്ട് 6 മുതൽ മാരേക്കാട് യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ താലാഘോഷം, ഉത്സവദിനമായ ഫെബ്രുവരി 10 ചൊവ്വാഴ്ച കാഴ്ചശീവേലി, പള്ളിവേട്ട, വലിയ ഗുരുതി എന്നിവ നടക്കും. മാള കാർമൽ കോളേജിൽ കോളേജ് ദിനാഘോഷവും നാഷണൽ കൾച്ചറൽ ഫെസ്റ്റും നടന്നു. കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഡെൻജോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 40 സ്കിൽ ബേസ്ഡ് പ്രോഗ്രാമുകൾ നിങ്ങളുടെ ഓഫറുകളുണ്ട് എന്ന് പറഞ്ഞത് അതിൻ്റെയും റെലവൻസിനെ ഞാൻ വരാം. എന്നാൽ ഒരു ലിമിറ്റേഷനായി എയർപോർട്ടിൽ തോന്നിയത് ഇത്രയും 103 ഫാക്കൽറ്റി മെമ്പേഴ്സുള്ള നമ്മുടെ ഈ കോളേജ്, ഇത്രയും ഡൈവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഈ കോളേജിൽ ഒരു റിസർച്ചത്തിലുള്ളതെന്ന് പറഞ്ഞത് ഒരു വലിയ മോർണിംഗ് മാത്രമല്ലേ. എന്നാൽ ഇപ്പോഴും കോമ്പറ്റൻ്റായ ഫാക്കൽറ്റിയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുള്ളതുകൊണ്ട് അതും കുറച്ചുകൂടി ശ്രമം മുൻകരുതൽ ഉണ്ടാവാം. കൂടുതൽ റിസർച്ച് സെൻ്ററുകൾ ഇപ്പോൾ ഈവൻ ഓർഗനൈസായ സെൻറ്റ് ആൻസി കോളേജ് ഓർഗനൈസേഷൻ സെൻ്റർ തുടങ്ങുന്ന കാലത്ത് കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ റിസർച്ച് തലത്തിലേക്ക് പ്രവർത്തിക്കാനുള്ള ശ്രമം കോളേജ് ഭാഗത്തേക്ക് ഉണ്ടാകുന്നതാണ് പലപ്പോഴുമായി ബന്ധപ്പെട്ട് പറയാൻ. ബാക്കിയുള്ള അതായത് UG PG തലത്തിലുള്ള ഡൈവേഴ്സിറ്റി, അതുപോലെ സ്കിൽ ബേസ്ഡ് പ്രോഗ്രാമുകളുടെ കാര്യങ്ങളൊക്കെ വളരെ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റികൾ അതിനെ കോളേജിനെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു. രണ്ടാമത് ഞാൻ എടുത്ത് തുടർന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചപ്പോൾ സാധാരണ കോളേജുകളിൽ എനിക്ക് നമ്മൾ സെക്യൂരിറ്റി ആകും ഒരു അക്കാഡമിക്സ് എന്ന നിലയിൽ എനിക്ക് കൂടുതൽ കുട്ടികളെ വേദി കിട്ടാനോട് അഡ്രസ് ചെയ്യാനുള്ളത് നിങ്ങളുടെ മുന്നിൽ എന്താണ് ബാക്കി ഈ ഭാവിയിൽ വരാൻ പോകുന്നതിനെ കൂടുതലായി സംസാരിക്കേണ്ടതാണ്. കോളേജ് മാനേജർ ഡോക്ടർ സിസ്റ്റർ ധന്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെലിൻ ജെയിംസ് സമ്മാനദാനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ, കാവനാട് വാർഡ് മെമ്പർ നിത ജോഷി, PTA വൈസ് പ്രസിഡന്റ് പോൾ പടമാട്ടുമ്മൽ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് നടന്ന കോളേജ് നാഷണൽ കൾച്ചറൽ ഫെസ്റ്റ് പ്രശസ്ത സിനിമാ താരവും അവാർഡ് ജേതാവുമായ വിൻസി അലോഷ്യസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ട്രാവൽ മെന്റർ അവാർഡ് ജേതാവും ബെന്നീസ് റോയൽ ടൂർ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ബെന്നി പാനിക്കുളങ്ങര, KP പത്രോസ് കണ്ടംകുളത്തി വൈദ്യശാല, മാനേജിംഗ് ഡയറക്ടർ വിൽസൺ KP, കൊച്ചി മുസ്രിസ് ബിനാലെ 2025-26 ഫെയിം ആർട്ടിസ്റ്റും കാർമൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും ബിനാലയിൽ പങ്കെടുക്കുന്ന ആദ്യ സന്യാസിനിയുമായ സിസ്റ്റർ റോസ്വിൻ എന്നിവർക്ക് കാർമൽ എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. സഹകരണ പെൻഷൻകാർക്ക് നിർത്തലാക്കിയ ക്ഷാമാശ്വാസം 10% പുനഃസ്ഥാപിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുണ്ടൂർ രാമകൃഷ്ണൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി.
വാദ്യമേളങ്ങളോടെയായിരുന്നു ജാഥയെ വരവേറ്റത്. ചാലക്കുടി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് MA ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് കുട്ടി, തോമസ് തെക്കേക്കര, ടി മോഹനൻ, KM ചാക്കോ, ലിജോ ലോറൻസ്, ശ്രീധരൻ നമ്പൂതിരിപ്പാട്, മനോമോഹൻ എന്നിവർ സംസാരിച്ചു. മർച്ചന്റ്സ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചാലക്കുടി സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് ടൗൺ അമ്പ് നടത്തുമെന്ന് പ്രസിഡന്റ് ജോയ് മൂത്തേടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 7-ന് സൗത്ത് ജംഗ്ഷനിൽ മതസൗഹാർദ്ദ സമ്മേളനം നടത്തും. തുടർന്ന് അമ്പ് പ്രദക്ഷിണവും ഉണ്ടാകും. ഭാരവാഹികളായ ബിനു മഞ്ഞളി, ഷൈജു പുതൻപുരയ്ക്കൽ, ജെയിൻ ചിറ്റിലപ്പള്ളി, ദേവസിക്കുട്ടി പനേക്കാടൻ, റെയ്സൻ ആലൂക്ക, MD ഡേവിസ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സപ്ലൈകോ വഴി സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാത്തതിനാൽ മറ്റത്തൂരിലെ 100ഓളം കർഷകർ ദുരിതത്തിൽ. 100 ടണ്ണിലധികം നെല്ലിന്റെ വിലയാണ് കർഷകർക്ക് കിട്ടാനുള്ളത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കുടിവെള്ളം കിട്ടാക്കനി. BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ആളൂർ കാരൂരിലുള്ള തുറുമ്പിക്കുളം പായൽ മൂടി നശിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച തുറുമ്പിക്കുളത്തിൽ കുളിക്കാനിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.